തിരുവനന്തപുരം നെയ്യാറ്റിക്കര പുന്നക്കാട് ജംഗ്ഷന് സമീപത്തായിട്ടാണ് നമുക്ക് ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് 2 പ്ലോട്ടുകൾ മാത്രമേ വിൽപ്പനയ്ക്കുള്ളൂ. നേരത്തെ നമ്മൾ ഇതിൻ്റെ പരസ്യം ചെയ്തിട്ടുള്ളതാണ്. മിക്കവാറുള്ളതെല്ലാം സെയിലായി. ഇന്ന് നമുക്കൊരു 8 സെൻറ്റ് 4.5 സെൻറ്റ് അങ്ങനെ വരുന്ന 2 പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം പോയി കേട്ടോ. നേരത്തെ ഉള്ളതൊക്കെ പോയി. അതിൽ ഒരു പ്രോപ്പർട്ടിയിൽ വീട് വരെ കെട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളതിലും എല്ലാത്തിലും ഈ മാതിരൊക്കെ തിരിച്ച് നീറ്റാക്കി ഇട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ബാക്ക് അറ്റത്തായിട്ട് 2 പ്ലോട്ടുകൾ അവൈലബിൾ ആണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ നമുക്ക് നെയ്യാറ്റിക്കരയിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിംസ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ വലത്തോട്ട് തിരിഞ്ഞ് പുന്നക്കാട് വരിക. പുന്നക്കാട് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ വലത്തോട്ട് മാവർത്തല സരസ്വതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാൻ സാധിക്കും. ഇതേ കാണുന്ന ആർച്ച് അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം. ഇതിൻ്റെ പിന്നിലേക്ക് കാണുന്ന 2 പ്ലോട്ടുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ നേരത്തിങ്ങനെ ഒന്നും പോണ്ട. ബാലരാമപുരത്ത് നിന്ന് തന്നെ തിരിഞ്ഞു വരാവുന്നതാണ്. ബാലരാമപുരം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഒരു കൽമണ്ഡപം ഇരിക്കുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുക. ഇടത്തോട്ട് തിരിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് കയറുക. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. ഏകദേശം 2.8 കിലോമീറ്റേഴ്സേ വരുള്ളൂ. റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ ആ രീതിയിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാം. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ എന്തായാലും ഇത് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചാൽ കേട്ടോ. അങ്ങനെ വെച്ചാൽ നല്ല ബഡ്ജറ്റ് റേറ്റിൽ വാങ്ങാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് പെട്ടെന്ന് സെയിൽ നടക്കാൻ കാരണം ആ ഒരു വിലക്കുറവ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളറങ്ങ് മാറി കേട്ടോ. പുതിയ വീടുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കളറങ്ങ് മാറി. എന്തായാലും ബാക്കിലേക്കുള്ള പ്രോപ്പർട്ടി 2 പ്ലോട്ടുകൾ അവൈലബിൾ ആണ്. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. നമുക്കിനി ഈ പ്രോപ്പർട്ടിയിൽ ബാക്കിയുള്ളത് ഒന്ന് ഈ റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ പ്ലോട്ടിൽ ആ ഭാഗത്തായിട്ട് വരുന്ന ഒരു 8 സെൻറ്റ് ഉണ്ട് കേട്ടോ. എങ്ങനെ വെച്ചാൽ 2 പ്ലോട്ടിൽ ഒരു പകുതി വേറൊരാൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ സൈഡിൽ ആ മതിൽ ചേർന്ന് വരുന്ന 8 സെൻറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വഴി ഇങ്ങനെ കറങ്ങി വന്നിട്ട് ലാസ്റ്റായിട്ട് ഇടതുവശത്തായിട്ട് കാണുന്ന ഒരു 4.5 സെൻറ്റ് സ്ഥലവും നമുക്ക് അവൈലബിൾ ആണ്. ബാക്കിയുള്ള എല്ലാ പ്ലോട്ടുകളും സെയിലായിട്ടുണ്ട്. അവിടെ വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന 4.5 സെൻറ്റും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 3.5 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. അത് നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിക്കും. എങ്ങനെ വെച്ചാൽ വളരെ നല്ലൊരു പ്രൈസാണ്. ഇപ്പോൾ 4.5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം എല്ലാം കൂടെ 13 ലക്ഷം രൂപ അല്ല 13 ഒരു 16 ലക്ഷം രൂപയ്ക്കകത്തുള്ള ബഡ്ജറ്റ് ആയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ഇതുപോലൊരു വീടൊക്കെ വയ്ക്കാൻ കമ്പാരിറ്റീവ്ലി ഒരു 30 ലക്ഷം രൂപയ്ക്കകത്തുള്ളൊരു വീട് കൂടെ വെച്ചാൽ മതി. എല്ലാം കൂടെ 50 രൂപയ്ക്കകത്ത് നല്ലൊരു ലൊക്കേഷനിലൊരു വീട് നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ സാധിക്കും. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. പെർ സെൻറ്റ് 3.5 ലക്ഷം രൂപയ്ക്ക് ഈ പ്രോപ്പർട്ടി